ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചിമ്മിനി ഡാമിലാണ്. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് കയറാനായിട്ട് ചെക്ക് പോസ്റ്റ് കിടക്കാൻ വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പൈസയൊക്കെ അടച്ച് വണ്ടിയുടെ നമ്പരും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വേണം ചെക്ക് പോസ്റ്റ് കിടക്കാനായിട്ട്. അപ്പോൾ കടന്നു കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പം അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം, അതുകൊണ്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ അവിടെ എത്തി. ഞങ്ങൾ കുറേ അലഞ്ഞ് തിരിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ചിമ്മിനി ഡാമിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് അലഞ്ഞ്, കാരണം ഞങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉള്ളായിരുന്നു, കയ്യിൽ കാശില്ലായിരുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റ് കിടക്കണമെങ്കിൽ നമ്മളിവിടെ കയ്യിൽ കാശ് എഴുതി ഒരാൾക്ക് 40 രൂപ വെച്ചും 4 വീലറിന് 60 രൂപ വെച്ചും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. അപ്പോൾ നമ്മളത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് കയ്യിൽ ക്യാഷ് കരുതിയിട്ട് തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ചിമ്മിനി ഡാമിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമുക്കതുകൊണ്ട് ഇത്രയും പൈസ മുടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇത്രയും വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ് അവർ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ പാർക്ക് ചെയ്തെടുത്തു നിന്ന് നേരെ ഡാമിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് കൂടുതലും ഉള്ളത്. അപ്പുറത്തെ വശമാണ് ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ. അത് ഞങ്ങൾ ആദ്യമേ ഇവിടെ വന്നതിന് ശേഷം ലാസ്റ്റാണ് ഷട്ടറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോയത്. ഇപ്പോൾ ഡാമിൻ്റെ ഉൾവശവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളും കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം ചെന്ന സമയത്ത് അവിടെ നല്ല ഇഷ്ടംപോലെ തുമ്പിയും ബട്ടർഫ്ലൈ എല്ലാം അതിൽ ഇങ്ങനെ പാറി പറന്ന് നടപ്പുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വശം. അപ്പോൾ ഞങ്ങളത് തുറന്ന് അതിലേക്കൂടെ കയറി അങ്ങ് പോവാണ്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. അവിടുന്ന് ഡാമിലേക്ക് നോക്കുമ്പോൾ കുട്ടവഞ്ചിയിൽ ആൾക്കാർ തുഴഞ്ഞ് അതിലിങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ പൊടി പോലെ നമുക്ക് അവിടെ നിന്ന് നോക്കി കാണാനായിട്ട് പറ്റും. അപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ഒരു കുട്ടവഞ്ചിയെ കയറുന്നുണ്ട്. അപ്പോൾ അതിൽ കയറണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാമെന്നോർത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് മേളിലേക്ക് വന്നു. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നല്ല തണുത്ത കാറ്റും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ ചെന്നപ്പോൾ കിട്ടിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നത്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു കിടിലൻ വ്യൂ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പം അവിടെ കുറേ ഊഞ്ഞാലൊക്കെ കെട്ടി ഒത്തിരി പേര് ഊഞ്ഞാലയിലൊക്കെ ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് ഞാൻ ഇറങ്ങി വന്ന്, അപ്പോൾ എൻ്റെ ലക്ഷ്യം ഊഞ്ഞാലാടണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം കുറേ പേര് അവിടെ കുട്ടവഞ്ചിയെ കയറാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് വന്ന് കയറിയിട്ട് തിരിച്ചു കയറി പോന്നു. കുറച്ച് പേര് കയറാനായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ട് ഇട്ട് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും ഊഞ്ഞാലിൽ കയറിയിരുന്ന് നല്ല മനോഹരമായിരുന്ന് ആസ്വദിക്കുകയാണ്. അപ്പോൾ ചേട്ടാ എന്നോട് പറയുന്നുണ്ട് ആസ്വദിച്ച് വെള്ളത്തിൽ പോകരുതെന്ന്. എന്തായാലും ഞാൻ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ആസ്വദിച്ചു. അപ്പം ഞങ്ങൾ കുട്ടവഞ്ചിയിൽ കയറാൻ പോയില്ല, കാരണം 4 പേര് കയറിയാലേ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകത്തുള്ളായിരുന്നു. അപ്പം വേറൊരു കപ്പലിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറാനും പോയില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ഡാമിൻ്റെ ഷട്ടർ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനോടടുത്ത് തന്നെ തൊട്ട് താഴെ വശത്താണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. വണ്ടിക്ക് പോകുന്നവർക്ക് വണ്ടിക്ക് വന്ന് ഇറങ്ങാം, അല്ലാതെ ആണെങ്കിൽ നടന്നു വന്ന് അതിലും ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങൾ വണ്ടിക്ക് തന്നെ വന്ന് താഴോട്ട് വന്ന് ഷട്ടറുള്ള വശത്തേക്ക് വന്നു. അപ്പം അവിടുന്ന് ജലവൈദ്യുതി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ KCB ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഡാമിൻ്റെ ഷട്ടറുള്ള ഭാഗം. ഈ കാണുന്ന ബിൽഡിങ് KCB ആണ്. ചിമ്മിനി ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് അലയൊക്കെ ചെയ്ത് അലഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ആ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ വരുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേ ഇല്ല. അപ്പം ചെക്ക് പോസ്റ്റ് കിടക്കുന്ന കഴിഞ്ഞിട്ടുണ്ട്, ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വരുന്നവർ കയ്യിൽ ക്യാഷായിട്ട് വരിക. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് അലഞ്ഞത്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുട്ടവഞ്ചി ഉണ്ടായിരുന്നു. 4 പേരെ വെച്ചാണ് അവർ കയറ്റുന്നത്, 400 രൂപ. അപ്പം ഇപ്പം അഥവാ നമ്മൾ 2 പേരായിട്ട് വരികയാണെങ്കിൽ തന്നെയും അവർ കയറ്റും, പക്ഷെ 400 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല, കാരണം 20 മിനിറ്റത്തെ കുറച്ച് നേരം അതിൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. 400 രൂപയ്ക്ക് 2 പേർക്ക് കയറുന്നത് നഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറാൻ പോയില്ല. പക്ഷെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.